ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുട്ടി പില്ലോ ആണ്, അതായത് മിനി പില്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള പില്ലോ ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ പഴയ ഒരു ഷോൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഷോളാണിത്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ പീസ് ഇങ്ങനെ നിവർത്തി വെക്കുക, 1 ലെയറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ സൈഡിൽ സ്ട്രെയിറ്റ് ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മേലത്തേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൽ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ക്വയർ ലൈനായിട്ട് ഇതിനെ വരഞ്ഞെടുക്കുക. അതായത് 4 സൈഡിൽ ഇങ്ങനെ വരഞ്ഞെടുത്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫാബ്രിക് ഇങ്ങനെ നിവർത്തിയെടുക്കുക. എന്നിട്ട് മറ്റേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസിനെ ഫേസ് ടു ഫേസ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മുടെ കൈ കടത്താൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഗ്യാപ്പിലായിരിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തൂടെ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആ കോണായിട്ടുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ നിവർത്തി കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഷേപ്പിൽ നിൽക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ ഫൈബർ ഫില്ലിംഗ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതിനൊന്ന് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നിറച്ചു കൊടുക്കുക. ഇതിങ്ങനെ കൂടി നിന്ന ആ ഒരു കോലത്തിൽ ഇതിൽ നിറച്ചു കൊടുക്കരുത്. ഇതിനൊന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിറച്ചു കൊടുത്താലായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ നന്നായിട്ട് തന്നെ നിറച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫില്ലിംഗ് ഇല്ല എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പീസസ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ അടിക്കുമ്പോൾ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്ന പീസസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വെച്ച് ഫില്ല് ചെയ്താലും മതി. അപ്പോൾ ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, നല്ല നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സൂചി നൂല് വെച്ചിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു എംബ്രോയിഡറി വന്നതുകൊണ്ട് തന്നെ അതൊരു നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പൊ ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണമെങ്കിൽ കവറും ചെയ്തിട്ട് വേറെ തന്നെ കവർ ചെയ്തിട്ട് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഇതുപോലെ തന്നെ നല്ല പീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മിനി പില്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുഷ്യൻ കവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുഷ്യനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ കവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പൊ അതുകൂടി നിങ്ങൾ കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.